പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയിലെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം നിങ്ങളോടൊപ്പം വ്യത്യസ്തമായ ജീവിതത്തിലെ അനുഭവങ്ങളും സാക്ഷ്യവും വചനചിന്തകളും ഒക്കെയായി ഓരോ ദിവസവും ആയിരിക്കാൻ കർത്താവ് അവസരങ്ങളെ തന്നുകൊണ്ടിരിക്കുന്നത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ ജോക്കിൻ ജോർജ് ആണ്. പ്രിയ സഹോദരനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ സഹോദരൻ തൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തിട്ടുള്ളതായ ഉപകാരങ്ങൾ, നടത്തിയ വഴികൾ, ജീവിതാനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുമ്പോൾ അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മുടെ ചില മേഖലകളുമായി നമ്മുടെ ജീവിതവുമായി തട്ടിച്ചു നോക്കി കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ കഴിയും, നമ്മെ രക്ഷിപ്പാൻ വിടുവിപ്പാൻ കഴിയുമെന്നുള്ളതായ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നമുക്ക് സാക്ഷ്യത്തിലേക്ക് കടക്കാം. കർത്താവിൻ്റെ ദാസൻ ജോക്കിൻ ജോർജിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായി ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയ ജോക്കിൻ ജോർജിനെ അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നൊന്ന് പറയാമോ? എൻ്റെ പേര് ജോക്കിൻ ജോർജ്. ഞാൻ അടൂര്, പത്തനംതിട്ട ജില്ലയിലെ അടൂര് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു നാടാണല്ലോ അടൂര്. സുവിശേഷത്തിനും ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു നാടാണ് അടൂര്. അപ്പൊ ഇവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ ഭവനത്തിൽ നിന്ന് തന്നെയാണ്. എനിക്ക് ഫാദർ ഉണ്ട്, മദർ ഉണ്ട്. പപ്പ ഇപ്പോൾ ഒരു 15 വർഷത്തോളമായി ഖത്തർവേലയിലാണ്. അമ്മ സ്റ്റിച്ചിങ് സെന്റർ നടത്തുന്നു. അമ്മ അതോട് കൂടെ തന്നെ ഖത്തർവേലയിൽ തന്നെയാണ്. തയ്ക്കാൻ വരുന്നവർക്ക് എല്ലാവർക്കും ഈ തയ്ച്ചു കൊടുക്കുന്ന തുണിയോടൊപ്പം തന്നെ സന്ദേശവും സുവിശേഷവും കൊടുത്താണ് അമ്മ വിടാറ്. പിന്നെ എൻ്റെ ഭാര്യ നേഴ്സാണ്. ഞാനും നേഴ്സ് തന്നെയായിരുന്നു. ഇപ്പൊ ഞാനൊരു 6 മാസമായി വേലയ്ക്ക് ഇറങ്ങിയിട്ട് ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കുവാനും ദൈവം തെരഞ്ഞെടുത്ത പോലെ ജീവിക്കാനുള്ള കൃപയ്ക്കായി ദൈവത്തോട് അടുത്ത് നിൽക്കാൻ ശ്രമിക്കുന്നു. ഭാര്യ ഇപ്പം ക്യാരി ചെയ്യുന്നതുകൊണ്ട് ഇപ്പൊ തൽക്കാലമായി ജോലിക്കൊന്നും പോകുന്നില്ല. എൻ്റെ കൂടെ പ്രാർത്ഥനയിൽ എൻ്റെ സുവിശേഷ വേലയ്ക്കായി വിട്ടിരിക്കുന്നു. പിന്നെ എനിക്കുള്ളത് ഒരു പെങ്ങൾ വിവാഹം കഴിച്ച് ഇപ്പം വിദേശ നാട്ടിൽ തന്നെയാണ്. അവിടെ എൻ്റെ അളിയൻ, അതായത് എൻ്റെ ബ്രദറിൻലോ അവിടെ ഖത്തർദാസനായി ജോലി ചെയ്യുന്നു. അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിസ്റ്റും കൂടിയാണ്. പെങ്ങൾ അവിടെ നേഴ്സാണ്. 2 കുട്ടികൾ അവർക്കും. എല്ലാവരും സന്തോഷമായി ദൈവകൃപയാൽ ജീവിക്കുന്നു. ഓക്കെ, ബ്രദറിനെ പരിചയപ്പെടുത്തിയത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതനായിരിക്കുന്നു. സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരും പിതാവ് ഒക്കെ സുവിശേഷ വേലയുടെ ഭാഗമായിരിക്കും എന്നുള്ള അറിഞ്ഞതിൽ വളരെ സന്തോഷം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രവർത്തനങ്ങളെ വിശാലതയിലേക്ക് ദൈവം നടത്തട്ടെ. ആകട്ടെ, എന്താണ് അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്? ബ്രദറിനെ തുടർമാനമായിട്ട് സംസാരിക്കാം. എൻ്റെ ജീവിതത്തില് യേശുക്രിസ്തു ചെയ്ത ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പങ്കുവയ്ക്കാനുണ്ട്. അതിൽ പ്രധാനമായി എൻ്റെ ബാല്യകാലം തൊട്ട് തന്നെ തുടങ്ങുകയാണെങ്കിൽ എൻ്റെ പപ്പയമ്മ എപ്പോഴും എന്നോട് പറയും, അമ്മ എപ്പോഴും പറയും, നിന്നെ ഞാൻ ഗർഭിണിയായിരിക്കുമ്പോൾ തൊട്ട് തന്നെ ഒരു ദിവസം ഞങ്ങൾ പടിയിലിരിക്കാൻ നേരത്ത്, 1985 കാലഘട്ടത്താണ്, രാത്രിയിൽ ഒരു ഇരുണ്ട ഒരു ദേഹരൂപം വന്ന് അറ്റാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പപ്പ പറയാൻ നേരത്ത് പ്രസവ സമയത്ത് അമ്മ പ്രസവിക്കാൻ കിടന്നപ്പോൾ ഗവൺമെന്റ്, അന്നത്തെ കാലത്തൊക്കെ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത്. 5 പ്രസവങ്ങൾ നടന്നതിൽ 4 പ്രസവത്തിലും അംഗവൈകല്യമുള്ള കുട്ടികളായി. അല്ല, 5ാമത്തവനാണ് ഞാൻ. അപ്പം പ്രസവം കഴിഞ്ഞപ്പോൾ അമ്മയുടെ അമ്മ എന്നെ എടുത്ത് കാണിച്ചപ്പോൾ പപ്പ ആദ്യം വന്ന് നോക്കിയത് എൻ്റെ കാലും കൈയുമാണ്, ഇതൊക്കെ ഉണ്ടോ. കാരണം ഇതിനു മുമ്പ് പപ്പ പോയി പ്രാർത്ഥിച്ച് അവിടെ മുട്ടുവെക്കും, ദൈവമേ എനിക്കൊരു മകനെ തരുവാണെങ്കിൽ അവൻ നിന്റെ വേലക്കായി. പക്ഷെ അന്ന് കാത്തലിക് ബാക്ക്ഗ്രൗണ്ട് ആണ് അദ്ദേഹം. ആ ഒരു വിഷമത്താൽ അന്ന് പറഞ്ഞു, നിന്റെ വേലക്കായി ഞാൻ അവനെ ഇറക്കും. പക്ഷെ വർഷങ്ങൾ കടന്നുപോയി. ഈ പറഞ്ഞ പ്രോമിസ് പപ്പ മറന്നുപോയി, പക്ഷെ ദൈവം മറന്നില്ല. അപ്പൊ ദൈവം വേലയ്ക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരുന്നു. അതിനിടയ്ക്ക് എൻ്റെ സ്കൂൾ കാലഘട്ടങ്ങളെല്ലാം അടൂര് തന്നെ നടന്നു. 7ാം ക്ലാസ് വരെ അടൂർ സെന്റ് മേരീസ് സ്കൂളിലും, അതുപോലെ തന്നെ പിന്നീട് ഹൈസ്കൂൾ പഠനങ്ങളെല്ലാം കടമനാട് വെച്ചും, അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി പഠനം എല്ലാം അങ്ങാടിക്കൽ കൊടുമണ്ണ് വെച്ചും നടന്നു. അതിനുശേഷം ഞാൻ കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ ആണെങ്കിൽ തന്നെയും എനിക്ക് കുറെ ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ വന്നു. എൻ്റെ നല്ല കൗമാരപ്രായം, പ്രത്യേകിച്ച് ഞാൻ ഇപ്പോഴും എല്ലാ സമുദായക്കാരെയും അംഗീകരിക്കുന്നു, എല്ലാ ബഹുമാനത്തോടും കൂടി ഞാൻ പറയുന്നു, എൻ്റെ ഒരു അനുഭവമാണ്. ഞാൻ പള്ളിയില് അൾത്താര ബാലകനായിരുന്നു.
ഞാൻ പള്ളിയിലെ കൊയർ ലീഡറായിരുന്നു. ഞാൻ പള്ളിയിലെ സൺഡേ സ്കൂൾ ലീഡറായിരുന്നു. പിന്നീട് ഞാൻ പള്ളിയിലെ സൺഡേ സ്കൂൾ അധ്യാപകനായി ചുമതലയെടുത്തു. ഞാൻ ലൈബ്രറിയനായിരുന്നു. ഞാൻ യൂത്ത് സംഘടനയുടെ പ്രസിഡന്റ് ആയിരുന്നു. ഞാൻ ഇല്ലാത്ത ഒരു കാര്യവും പള്ളിയിലില്ലായിരുന്നു. അങ്ങനെ എന്നെ മാത്രം തേടി നിന്ന സമയങ്ങളൊക്കെ ഉണ്ട് പള്ളിയിൽ പല കാര്യങ്ങളും. അതുപോലെ ഉറ്റിരുന്ന ആളാണ് ഞാൻ. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഞാൻ എൻ്റെ സാറുമാരോടും സൺഡേ സ്കൂളിലെ ഹെഡ് മാസ്റ്ററോടും പല വൈദിക ശ്രേഷ്ഠന്മാരോടും എല്ലാം ചോദിച്ചു, നമ്മൾ എന്തിനാ ഈ വിഗ്രഹങ്ങളെ ഇങ്ങനെ കൈകൂട്ടുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോഴെല്ലാം എന്നോട് പറഞ്ഞത്, നിനക്ക് പ്രായമായിട്ടില്ല, നീ കൊച്ചല്ലേ, ഇപ്പം കൗമാരത്തിൽ ഇങ്ങനെ ഒത്തിരി അനാവശ്യ ചോദ്യങ്ങളൊക്കെ വരും, അത് പിന്നീട് നിനക്ക് മനസ്സിലാക്കിയോ. പക്ഷെ അത് പിന്നീട് മനസ്സിലായി. പക്ഷെ മനസ്സിലാക്കിയപ്പോൾ ദൈവം അത് മർമ്മങ്ങളെ മനസ്സിലാക്കി തന്നതിനായി ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇതുമേറി നേഴ്സിംഗ് പഠനത്തിന് വേണ്ടി ഏകദേശം 2004 പകുതിയോടുകൂടി മംഗലാപുരം പോലൊരു ടൗണിൽ ചെന്നെത്തി. ഇപ്പൊ മംഗലാപുരം പോലൊരു ടൗണിൽ ഞാൻ ചെന്ന് ഏകദേശം ഒരു വർഷമാവുന്നതിന് മുമ്പേ ഞാൻ പതുക്കെ യുക്തിവാദത്തിലേക്ക് കടന്നു. അങ്ങനെ യുക്തിവാദത്തിൽ കടന്ന് ഞാൻ ഭയങ്കര യുക്തിവാദ ഇടമറുക് അങ്ങനെ വളരെയധികം പേർ പ്രസംഗങ്ങൾ കേൾക്കാനും പുസ്തകങ്ങൾ വായിക്കുവാനും മറ്റ് ചിന്തകന്മാർ എന്നറിയപ്പെടുന്ന ഓഷോ അങ്ങനെയുള്ള മറ്റു എല്ലാവരുടെയും പുസ്തകങ്ങളെല്ലാം വായിക്കുവാനും ഇവരിൽ വളരെയധികം ആകർഷണമാകാനും തുടങ്ങി. അപ്പൊ ഞാൻ എന്നിൽ തന്നെ ഞാൻ എന്ന ഒരു ഭാവം എനിക്ക് വന്നു. കാരണം ഇവരെല്ലാം പറയുന്ന മനുഷ്യന് ഒരു ശക്തി ഉണ്ടെങ്കിലും അത് മനുഷ്യന് അതീതമാണ്, മനുഷ്യനെല്ലാം ചെയ്യാൻ സാധിക്കുന്നതും കൂടി ഇവരുടെ ചില വാക്കുകളിൽ എനിക്കത് മനസ്സിലായി. അപ്പൊ ഞാൻ എന്റെ തന്നെ ഒരു തിയറി ഉണ്ടാക്കുവാൻ ശ്രമിച്ചു. ഞാൻ ജനറൽ നേഴ്സിംഗ്, ഞാൻ കൊമേഴ്സ് +2 എടുത്തുകൊണ്ട് BSc നേഴ്സിംഗിന് പറ്റുകയില്ല. അപ്പൊ ജനറൽ നേഴ്സിംഗ് ആദ്യം എടുത്തു. ജനറൽ നേഴ്സിംഗ് എടുത്തതിന് ശേഷം ഞാൻ പോസ്റ്റ് BSc എടുക്കുകയാണ് ചെയ്തത്. അപ്പൊ ഈ കാലയളവിലെല്ലാം യുക്തിവാദത്തെ പറ്റി പഠിക്കുവാനും എനിക്ക് എന്റേതായ ഫിലോസഫീസ് ഉണ്ടാക്കി കുട്ടികളെ, അതായത് എന്നെക്കാളും ചെറുപ്പമുള്ള ശിഷ്യന്മാരാക്കാനും വേണ്ടി ഞാൻ നടന്നു. അങ്ങനെ തുറന്നു പറയട്ടെ 4-5 ശിഷ്യന്മാർ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ അവരും തീരെ കൗമാര 19 വയസ്സുള്ള പിള്ളേരാ. ഞാൻ അന്ന് അവിടുത്തെ മൂത്താപ്പനായിട്ടിരിക്കുന്ന സമയം. അപ്പൊ ആ സമയത്തൊക്കെ അവരും എന്നോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കും. ഞാൻ ഇങ്ങനെ ഡൗട്ടുകൾ പറയും. ബൈബിളിലെ ഓരോ കാര്യങ്ങൾ ചോദിക്കും. ഞാൻ വലിയ ബൈബിൾ പണ്ഡിതനെ പോലെ ബൈബിൾ അങ്ങനെയാണെങ്കിൽ അത് ഇങ്ങനെയാണ്, യുക്തിയിൽ എല്ലാ കാര്യങ്ങളും തെളിയിച്ചു. അങ്ങനെ ഒരിക്കലിരിക്കെ എനിക്കൊരു ഒരു 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 ആഗ്രഹം തോന്നി, ഒരു ബുക്ക് എഴുതാം. ദൈവത്തിനും അതായത് നന്മയ്ക്കും തിന്മയ്ക്കും എതിരെ മനുഷ്യന്റെ യുദ്ധം എന്ന് പറയുന്ന ഒരു ബുക്ക് എഴുതാമെന്നും പറഞ്ഞു. ഞാൻ ഒരു ബുക്കിന് ആമുഖം കുറിച്ചു. അതായത് ദൈവവും സാത്താനെയും മനുഷ്യനെ പോലൊരു മഹാശക്തിക്ക് തീർക്കുവാൻ സാധിക്കും, അതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് ജീവിക്കാൻ നമ്മൾ മാത്രം എന്ന് ഒരു പുസ്തകം എഴുതി എൻ്റെ ആമുഖം എഴുതി ഒരു പേപ്പറിൽ എഴുതി എൻ്റെ റൂമിൽ വെച്ചു. ദിനങ്ങൾ കടന്നുപോയി. ഞാൻ ഇച്ചിരി കലാപരമായിട്ടൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഇൻഡിവിജ്വൽ ചാമ്പ്യനായിട്ട് എൻ്റെ നേഴ്സിംഗ് പഠനകാലത്ത് 2 വർഷം കണ്ടിന്യൂ വിജയിക്കുകയും ദക്ഷിണ കന്നഡയിലെ 127 സ്കൂൾ കോളേജുകളിലെ റണ്ണറപ്പായി വരികയൊക്കെ ചെയ്ത ആളാണ്. ഞാൻ അതിലൊക്കെ ഒത്തിരി അധികം അധ്വാനിച്ച ആളാണ്. അപ്പം ഞാൻ ഇതിനു വേണ്ടി ഇങ്ങനെ നടക്കുന്ന സമയം ഞാനൊരു മ്യൂസിക് ആൽബത്തിന് വേണ്ടി ഒരു നടന്, മലയാളത്തിലെ പ്രശസ്ത നടന്റെ കൂടെ കുറെ വർക്കിനൊക്കെ വേണ്ടി ഇങ്ങനെ നടക്കുക. അപ്പോഴല്ലേ യുക്തിവാദവും കൂടി പിടിച്ചു വരുന്നിടത്ത് കാണുന്നിടത്തല്ലേ യുക്തിവാദവുമായി ബന്ധപ്പെട്ടവരുമായിട്ട് എല്ലാം ഞാൻ സമ്പാദിക്കാൻ തുടങ്ങി. ഇതിങ്ങനെ പോയിരുന്നപ്പോ പെട്ടെന്ന് എനിക്കൊരു ശാരീരിക അസ്വസ്ഥത വന്നു. ഞാനൊരു ഡാൻസ് ഷോയ്ക്ക് പോയിട്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പെട്ടെന്ന് ഒരു ബാക്ക് പെയിൻ വന്നു. ബാക്ക് പെയിൻ വന്നു കഴിയുമ്പോൾ ഞാൻ പലയിടത്തുമായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു. എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞു നോർമലാണ്. പിന്നെ യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പം ഹെമച്ചൂറിയ എന്ന് പറയും, കാരണം യൂറിൻ്റെ അകത്ത് ബ്ലഡ് അവർ നോട്ട് ചെയ്തു. അവരത് നോട്ട് ചെയ്തതിന് ശേഷം ഇതെടുത്ത് ഇവരെന്നോട് പറഞ്ഞു, ജോക്കിന് അത്യാവശ്യമായിട്ട് കിഡ്നി ഒന്ന് ഫുള്ളി നമ്മൾ സ്കാൻ ചെയ്ത് നോക്കണം. കിഡ്നി എല്ലാം സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ എന്നെ അഡ്വൈസ് ചെയ്തു, IgA നെഫ്രോപ്പതി ആണോ എന്ന് ഡൗട്ട് ഉണ്ട്, സോ ബയോപ്സി ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ എറണാകുളം അമൃതയില് ബയോപ്സി, സെഞ്ചുറി ഹോസ്പിറ്റലിൽ ചെങ്ങന്നൂർ ബയോപ്സി ചെയ്ത് അമൃതയിൽ അയക്കുകയും IgA നെഫ്രോപ്പതി എന്ന് ഡയഗ്നോസ് ചെയ്യിച്ചു. അന്ന് മുതൽ ചെറിയ ചെറിയ ടാബ്ലറ്റുകളിലൊക്കെ ഞാൻ പോയി. എങ്കിലും പിന്നീട് സ്വെല്ലിംഗ് ഒക്കെ വന്നപ്പോൾ, നീരൊക്കെ വന്നപ്പോൾ ഡോക്ടറിനോട് ജോക്കിൻ ചിലപ്പോൾ ഫെയിലിയറിലേക്ക് നയിച്ചേക്കാം, ഉറപ്പില്ല നമുക്ക് എന്ന് പറഞ്ഞു. എങ്കിലും ഞാൻ ഇങ്ങനെ യുക്തിവാദമായിട്ട് നടന്ന് ഇങ്ങനെ യാത്ര ചെയ്തു. അപ്പോൾ ലോകത്തിൻ്റെതായ സാധാ മോഹങ്ങളുടെ ഒരു ചെറുപ്പക്കാരൻ പോകേണ്ട വഴികളിലെല്ലാം ഞാൻ എൻ്റെ സ്നാന സമയത്ത് സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പൗലോസ് പച്ചവെള്ളം പോലെ പാപം ചെയ്തെങ്കിൽ ഞാൻ പച്ചവെള്ളത്തിനകത്ത് രസ്നാപ്പൊടി ഇട്ട് പഞ്ചസാര ഇട്ട് കലക്കിയാണ് പാപം ചെയ്തത്. അത്ര എൻജോയ് ചെയ്താണ് ഞാൻ പാപം ചെയ്തത്.
അപ്പൊ ഞാൻ അങ്ങനെ നമ്മളെ നോക്കാൻ ആരുമില്ല, അപ്പനില്ല, അമ്മയില്ല, ബന്ധുക്കളല്ല, എന്റെ നഗരം, എന്റെ നാട് മംഗലാപുരമായ ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ജീവിച്ച് നടന്ന് ഉല്ലസിച്ച് നടന്ന സമയം. അപ്പൊ പെട്ടെന്ന് എന്റെ കിഡ്നിയുടെ നില വഷളാകാൻ തുടങ്ങാൻ കാരണം എന്റെ ഒരു സുഹൃത്തിന് ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് ബൈക്കിൽ പോകുമ്പോൾ പെട്ടെന്ന് ഫിക്സ് പോലെ ബൈക്കിൽ വന്ന് ഞാൻ തെറിച്ച് കോൺക്രീറ്റ് റോഡ് വീഴുകയും. അപ്പൊ ഈ കോൺക്രീറ്റ് റോഡിൽ പോയി എന്റെ തല ഇടിച്ചപ്പോൾ പെട്ടെന്ന് എന്റെ ഈ നമ്മള് ട്യൂബ്ലൈറ്റ്, പണ്ടത്തെ ഇപ്പോഴത്തെ അല്ല, ട്യൂബ്ലൈറ്റ് വോൾട്ടേജ് കാരണം ഇങ്ങനെ അണയുകയും കത്തുകയും ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഒത്തിരി നാളിന് ശേഷം ഞാൻ ദൈവത്തെ വിളിച്ചമ്മ. ഞാൻ പറഞ്ഞു, ദൈവമേ, എന്റെ മരണം ഇവിടെ. ഞാൻ അവസാനമായി കാണുന്ന ആ റോഡിന്റെ ഓപ്പോസിറ്റുള്ള കമുകും തോട്ടം. ഞാൻ പറയും, എന്റെ കമുകും തോട്ടം ഞാൻ അവസാനം കാണും. അങ്ങനെ ഞാൻ ഈ ലോകത്തോട് വിട പറയാൻ പോകും. ഞാൻ തന്നെ അങ്ങ് വിധി എഴുതും. പെട്ടെന്ന് ലൈറ്റ് എല്ലാം ഇരുട്ടായി. ഇപ്പൊ ഞാൻ ഉറപ്പിച്ചു എന്റെ മരണം ഉറപ്പിച്ചു. ഒരു സെക്കൻഡ്സ് കഴിയുമ്പോൾ ഈ ലൈറ്റ് കത്തുന്നതിന്റെ മിന്നി വീണ്ടും എനിക്ക് ജീവൻ വന്നു. അതുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്യും ഭയങ്കര വേദന, ശരീരം അനക്കാൻ വരും, തോളലിനെല്ലാം ചെറിയ പൊട്ടൽ പോലും. പിന്നെ പെട്ടെന്ന് എന്റെ കൂട്ടുകാരൻ തന്നെ ഓടി വന്നു. ഞങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നേരെ ശ്രീഗോകുലത്തിൽ കൊണ്ടുപോയി കാണിച്ചു. അവിടെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ അവർ ചെക്ക് ചെയ്തപ്പം ക്രിയാറ്റിൻ ഏകദേശം 12, അതായത് ക്രിയാറ്റിന്റെ നോർമൽ ലെവൽ 1.2 to 3, ഐ മീൻ 1.2 അല്ലെങ്കിൽ 1.3. പക്ഷെ എന്റെ ലെവല് 12 ടോട്ടൽ. അപ്പൊ യൂറിയ തലച്ചോറിലേക്ക് വന്നിരിക്കുക. അതുകൊണ്ട് അത്യാവശ്യമായിട്ട് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ടും ഡയാലിസിസിനെ പറ്റി ചിന്തിക്കും. നിങ്ങൾക്കറിയാലോ, ഒരു ചെറുപ്പക്കാരൻ, ഒരു 32 വയസ്സുള്ള ഒരു വ്യക്തി ഡയാലിസിസ് ഒക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും സാധിക്കില്ല. ഞാൻ എന്നിട്ടും ആയുർവേദത്തിൽ ഡിപ്പെൻഡ് ചെയ്ത് ഉള്ള കാര്യം പറയല്ല. രാവിലെ മൂത്രം ഒഴിക്കുന്ന പശുവിന്റെ മൂത്രം ശേഖരിച്ച് കുടിക്കാൻ തുടങ്ങി, നീര് കുറയാൻ വേണ്ടി. നീര് കുറഞ്ഞു എന്നുള്ള വേറൊരു വാസ്തവമായിരിക്കാം, പക്ഷെ ഞാൻ അതിനുവേണ്ടി വരെ തയ്യാറാണ്. അങ്ങനെ ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് ബഹുമാനപ്പെട്ട ബാബു ചെറിയാൻ പാസ്റ്റർ ഒരു സുവിശേഷം യൂട്യൂബിൽ കാണാനിടയായി. അങ്ങനെ എനിക്ക് എന്തോ അതിലോട്ടൊരു താല്പര്യം ദൈവം എനിക്ക് കൃപയാൽ തോന്നിച്ചു. ഞാൻ ഇവിടുന്ന് ബാഗ് പാക്ക് ചെയ്ത് തൽക്കാലത്തേക്കുള്ള ട്രീറ്റ്മെന്റ് ബാബു ഫ്രാൻസിസ് ഡോക്ടറെ മേടിച്ച് ഞാൻ ഇദ്ദേഹത്തിന്റെ അടുത്ത് വന്നു. പിറവത്ത് ചെന്നപ്പം ബാബു ചെറിയൻ പാസ്റ്ററിന്റെ കൂട്ടുവേലക്കാരൻ അവിടെ ഉണ്ടായിരുന്നു, പരിചയപ്പെടുത്തി. ബാബു ചെറിയൻ പാസ്റ്റർ വന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരാഴ്ച എന്നോട് പറഞ്ഞു അവിടെ തങ്ങാൻ പറഞ്ഞു. അങ്ങനെ അവിടെ 21 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ പ്രാർത്ഥിച്ചു. ഞാൻ അങ്ങനെ അലറി വിളിച്ച് പ്രാർത്ഥിച്ചു. കരഞ്ഞു കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ബാബു ചെറിയൻ പാസ്റ്റർ പറഞ്ഞു, എന്തോ ഡോക്ടർമാർ ഫൈനലായിട്ട് ഒരാഴ്ചയായി ഏകദേശം. ഞാൻ പറഞ്ഞു, ഡയാലിസിസ് ആണ്. അന്ന് ആ ഡയാലിസിസ് തന്നെ ആയിരിക്കണം അതിന് ഉത്തമം എന്നിങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് രാവിലെ അവിടെ വെച്ച് ആ ചർച്ചിൽ വെച്ച് ഷിവറിങ് ഉണ്ടായിരുന്നു. നോക്കിയപ്പോൾ HB8. അപ്പൊ എന്നെ പെട്ടെന്ന് തന്നെ ചേട്ടൻ വന്ന് കൊണ്ടുപോയി നേരെ ലിസി ഹോസ്പിറ്റലിൽ ICUയിൽ അഡ്മിറ്റ് ആക്കി. സഡൻലി ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ബാബുച്ചെറിയൻ പാസ്റ്റർ പറഞ്ഞു, ഉടനെ തന്നെ ട്രാൻസ്പ്ലാന്റ് പ്ലാൻ ചെയ്യും. എന്തുമാത്രം ബാബു ഫ്രാൻസിസ് സാർ പറഞ്ഞു, എന്തുമാത്രം ജോക്കിൻ ഡയാലിസിസ് ചെയ്യുന്നു അത്രയും ശരീരത്തിന് കേടാ, എത്രയും പെട്ടെന്ന് നമുക്ക് ട്രാൻസ്പ്ലാന്റ് പ്രോസസ് ചെയ്യും. അപ്പോഴെല്ലാം എന്റെ മനസ്സ് മുരടിച്ചു. ട്രാൻസ്പ്ലാന്റ്. ഞാൻ പല പേഷ്യന്റിനെയും നേഴ്സ് എന്ന രീതിയിൽ നോക്കിയിട്ടുണ്ടെങ്കിലും എന്നെ ആ ഒരു സ്ഥാനത്ത് കാണാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. അസിസ്റ്റന്റ് ഡോക്ടേഴ്സ് വന്ന് ഓരോന്ന് പറയുമ്പോഴേക്കും ഞാൻ അവരോട് ദേഷ്യപ്പെടും. കാരണം എനിക്ക് പ്രധാനമായും 19 ബെഡുള്ള ഒരു ഡയാലിസിസ് റൂമിലോട്ട് ഞാൻ കയറി ചെല്ലുമ്പോൾ 49 പേരും പ്രായമുള്ളൂ, ഞാനൊരു ചെറുപ്പക്കാരൻ മാത്രം. എന്റെ മനസ്സ് വേദനിക്കാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് അറിയാതെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവമേ. കാരണം മരണഭയം എന്നിലേക്ക് കയറി. ആരും നമുക്ക് കൂട്ടില്ലാത്ത ഒരവസ്ഥ, നമ്മൾ ഒറ്റയ്ക്കാവുക. എല്ലാവരും ആശ്വാസവാക്ക് പറയുന്നുണ്ട്, പക്ഷെ സഹിക്കുന്നത് നമ്മൾ തന്നെയാവുക. അങ്ങനെ ഞാൻ ഒറ്റയ്ക്കായ ഒരു അവസ്ഥ, എനിക്ക് കൂട്ടാരുമില്ല. ഞാൻ അതിനു വേണ്ടി ഇങ്ങനെ. അപ്പൊ എന്റെ വായിൽ പ്രാർത്ഥന, ഞാൻ ദൈവമേ എന്നെ രക്ഷിക്കണം. അങ്ങനെ ഡയാലിസിസ് ഏകദേശം 3.5 വർഷം ഞാൻ ചെയ്തു. അതായത് ലിസി ഹോസ്പിറ്റല്, ബിലീവേഴ്സ് ഹോസ്പിറ്റൽ തിരുവല്ല, അടൂർ ഹോളി ക്രോസ് ഹോസ്പിറ്റലാണ് ലാസ്റ്റ് 2.5 വർഷം ഞാൻ ചെയ്തു. അടൂർ ഹോളി ക്രോസ് ഹോസ്പിറ്റലിലെ സിസ്റ്റേഴ്സ് എനിക്ക് അവിടെ ഒരു ജോലിയും തന്നു. കാരണം ചെറുപ്പക്കാരനല്ലേ, അവന് മനസ്സ് വേദനിക്കണ്ട, അവനൊരു ജോലിയിൽ മുഴുകിയിരിക്കുമ്പോൾ അവൻ ഇച്ചിരി ഇങ്ങനെ എന്റർടൈൻ ആവുമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ തന്നു. അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നു. പിന്നീട് ശരീരം ഓരോരോ ബുദ്ധിമുട്ട് കാണിക്കാൻ തുടങ്ങിയപ്പം എന്റെ സുഹൃത്തുക്കൾ, ഞാൻ നേഴ്സ് ആയതുകൊണ്ട് എന്റെ സുഹൃത്തുക്കൾ പകുതി പേരും അവിടെ ഉള്ളവർ, അവര് തന്നെ പറഞ്ഞു, ഏതാ ട്രാൻസ്പ്ലാന്റിന് പ്ലാൻ ചെയ്യല. അപ്പോഴല്ലേ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അങ്ങനെ ഒരു കാര്യം നമ്മൾ കടക്കുകയും ട്രാൻസ്പ്ലാന്റ് പെട്ടെന്നെല്ലാം ചെയ്യുകയും ഏറ്റവും അവസാനം ഞാൻ 2000
20 ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയും ചെയ്തു. ട്രാൻസ്പ്ലാന്റ് ഇപ്പം ഒരു മൂന്ന് വർഷത്തോളമായി ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് സുഖമായി പോകുന്നു. അപ്പം ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഇടയ്ക്ക് ഈ ഡയാലിസിസിന്റെ മുന്നോടിയായിട്ട് ഞാൻ അന്ന് പറഞ്ഞ പോലെ ഡയാലിസിസിൽ വന്ന ആ വേദന, ആ ഒറ്റപ്പെടലിന്റെ വേദന വന്നപ്പോൾ ഞാൻ ദൈവത്തെ വിളിക്കും. അന്ന് ഞാൻ ബൈബിള് വായിക്കാൻ തുടങ്ങി. ബൈബിള് വായിച്ച് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ സംശയങ്ങൾ ചോദിക്കാൻ തുടങ്ങി. സംശയങ്ങൾക്ക് ഉത്തരങ്ങൾ തരാൻ തുടങ്ങി. ദൈവം ദർശനത്തിൽ എന്നോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ അറിഞ്ഞ ഈ പാസ്റ്റർമാരൊക്കെ പറഞ്ഞ ശരിയാണല്ലോ, ദൈവം മിണ്ടും. ഞാൻ വിചാരിച്ചു ഈ ലോകം സൃഷ്ടിച്ച് ഇത്രയും വലിയൊരു മനുഷ്യൻ സ്വർഗത്തിൽ ഇരിക്കുന്ന, അല്ലെങ്കിൽ ഒരു ദൈവം എന്ന് പറയുന്ന ഒരു സംഭവം എങ്ങനെ നമ്മളോട് മിണ്ടും. ഞാൻ ആകെ ഇതായിപ്പോയി. പെട്ടെന്ന് എനിക്ക് ദർശനങ്ങൾ തരുന്നു, എന്നോട് മിണ്ടുന്നു, സ്വപ്നങ്ങൾ തരുന്നു, എന്നെ കാണിച്ചു തരുന്നു പല കാര്യങ്ങളും. അങ്ങനെ ഞാൻ സ്നാനപ്പെട്ടു. അങ്ങനെ എന്റെ സുഹൃത്ത് വലയം പൊതുവെ ലൗകികന്മാരാണ്. ഞാൻ ഇവരെ എല്ലാം വിളിച്ച് ഇവരുടെ എല്ലാ സാന്നിധ്യത്തില് 2016 സ്നാനപ്പെട്ടു. അതൊരു നല്ല രീതിയിൽ തന്നെയാണ് സ്നാനപ്പെട്ടത്. കാരണം എനിക്ക് അറിയണമായിരുന്നു എന്റെ സുഹൃത്തുക്കൾ ഇതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കണം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ സ്നാനപ്പെട്ടു. പക്ഷെ സ്നാനപ്പെട്ട് കഴിഞ്ഞെങ്കിലും പിന്മാറ്റം എന്ന് അതിനെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്നില് വചനം പറയില്ല, നിങ്ങൾ എപ്പോഴും ജീവനുള്ള കല്ലുകളാണെന്ന്. ആ ജീവനുള്ള കല്ലല്ലായിരുന്നു എനിക്കാകാൻ സാധിച്ചില്ല. പിന്നീട് ഇങ്ങനെ പോവുകയും ട്രാൻസ്പ്ലാന്റ് എല്ലാം കഴിഞ്ഞ്, ഡയാലിസിസും കഴിഞ്ഞ് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് ഇങ്ങനെ ജീവിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ എനിക്ക് ഏകനായി ഇരിക്കേണ്ടെന്ന് തോന്നി. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഒരു കൂട്ട് വേണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ദൈവത്തോട് സംസാരിക്കും. കാരണം നമ്മള് പിന്മാറ്റാന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഇപ്പോഴും ഞാൻ പറയുന്നു, ഞാൻ പിന്മാറ്റക്കാരനായിരുന്നെന്ന് എനിക്ക് ഫീൽ ചെയ്യാറില്ല. അന്ന് ആയിരുന്നു. ഞാൻ അന്ന് ദൈവമേ, അപ്പൊ ദൈവം കറക്റ്റ് സമയത്ത്, നിങ്ങൾക്ക് തന്നെ ആലോചിക്കാന്നുള്ളൂ, ഒരു റീനൽ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ഒരാൾക്ക് ഒരു ആലോചന കിട്ടുക എന്ന് പറഞ്ഞാൽ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അലച്ചിലൊന്നുമില്ലാതെ ദൈവം അത് വേഗം നടത്തി. അങ്ങനെ ഓയൂർ ഭാഗത്ത് നിന്ന് വിവാഹം കഴിക്കുകയും ഞാനിപ്പോൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു. അപ്പോ ഈ വിവാഹത്തുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ കൂടി പറയാം. എന്റെ ഭാര്യ വിവാഹം കഴിഞ്ഞ ശേഷം എന്നോട് പറഞ്ഞു, വിവാഹത്തിന് ഒരു 3-4 മാസം മുമ്പ് ഒരു പാസ്റ്റർ ഞങ്ങളുടെ വീട്ടിൽ വന്ന് പറഞ്ഞു, മകളെ കെട്ടാൻ വരുന്ന ആള് വിവാഹം, അതായത് ഈ വീട്ടിലെ ആദ്യത്തെ 3 പെൺമക്കളാണ്, ആദ്യത്തെ മരുമകൻ വരുന്ന ഒരു വെള്ള കാറിലായിരിക്കും. അപ്പൊ ഞാൻ അതുവരെ ഒരു ചുമന്ന കാർ ഉപയോഗിച്ചുകൊണ്ട്, കല്യാണത്തിന് 1 മാസം മുമ്പ് അത് വിറ്റിട്ട് ഒരു വെള്ളക്കാർ, എനിക്കൊന്നും ദൈവം അതിനുവേണ്ടി വെള്ളക്കാർ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ വെള്ളക്കാർ ഞാൻ ചെയ്യും. 2-ാമത്തെ കാര്യം, എന്റെ വൈഫിന്റെ ഒരു ബ്രദറുണ്ട്. അദ്ദേഹം ഞാൻ വളരെയധികം ദൈവത്തിൽ വിശ്വസിക്കുന്ന, ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന ഒരു കർത്തൃദാസൻ. അദ്ദേഹം പറഞ്ഞു, ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല, വിവാഹത്തിന് ഒത്തിരി നാൾ മുമ്പ്, മകളെ നീ കല്യാണം കഴിക്കുന്ന വ്യക്തിക്ക് ഒരു കുറവുണ്ട്. അത് ദൈവം എന്നോട് വ്യക്തമായി പറയുന്നില്ല, ശാരീരികമായിട്ടാണ്, ആരോഗ്യപരമാണ്, എന്തോ അവനൊരു കുറവുണ്ട്. പക്ഷെ ആ കുറവല്ല ദൈവം നീ കണ്ടേക്കുന്നത്, അവനെ ദൈവം ഉപയോഗിക്കാൻ പോകും. അപ്പൊ അങ്ങനെ ഒരാളെയാണ് നീ വിവാഹം കഴിക്കാൻ പോകും. കല്യാണം കഴിഞ്ഞ് എന്റെ ഭാര്യ ഇത് പറഞ്ഞപ്പോ എനിക്ക് ഉറപ്പായി ദൈവം എന്നെ കെയർ ചെയ്യുന്നു. കാരണം ഞാനൊരു പകുതി പിന്മാറ്റക്കാരനായിട്ടും ദൈവം കണ്ടുവെച്ച ആളെ ഒരിക്കലും ദൈവം വിടാതെ വെച്ചേക്കുന്നു. അപ്പൊ എനിക്ക് ഇച്ചിരി കൂടെ ബോധം വന്നു. അപ്പൊ ഞാൻ ഇച്ചിരി കൂടെ പ്രാർത്ഥനയിലേക്ക് ആകാൻ തുടങ്ങി. അങ്ങനെ ഒരു ഉള്ള കാര്യം പറഞ്ഞ ഒരു 2-3 പ്രാവശ്യം ദൈവം എന്നെ വേലയ്ക്ക് വേണ്ടി വിളിച്ചു. പക്ഷെ ഞാൻ ബൈബിള് വായിക്കും തോറും ദൈവം എന്ന മഹാദൈവത്തെ അറിയാൻ തുടങ്ങിയപ്പോഴത്തേക്കും ദൈവവേല എന്ന് പറയുന്ന വലിയൊരു ഉത്തരവാദിത്വം എടുക്കാൻ എനിക്ക് പേടിയായി. കാരണം അതിലൊരു പെർഫെക്ഷൻ വേണമല്ലോ. എന്നെ എപ്പോഴും എന്റെ സുഹൃത്തും വൈഫും ഒക്കെ കളിയാക്കും, പെർഫെക്ഷന്റെ ആളാണ്. അപ്പൊ എനിക്ക് നിർബന്ധം, നമ്മളൊരു കാര്യം ചെയ്താൽ പെർഫെക്ഷൻ വേണം. അപ്പൊ ഞാൻ അങ്ങ് മടിച്ചു. ലോകം സൃഷ്ടിച്ച ദൈവത്തിന്റെ ഒരു കാര്യം ചെയ്യുമ്പോൾ അപ്പൊ എന്തുമാത്രം ഞാൻ പെർഫെക്റ്റ് ആയിരിക്കണം, ഞാൻ മടിച്ചു. അങ്ങനെ ഈ ഒരു 6 മാസം മുമ്പ് ഞാൻ ഇവിടെ സഭയിലിരിക്കുന്നിടത്ത് ഈ പറഞ്ഞ പോലെ എന്റെ വൈഫിന്റെ ബ്രദർ വന്നായിരുന്നു, വിദേശത്തുനിന്ന് വന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ഞാനങ്ങ് മൂലെ മാറിയിരിക്കുക. എന്നോട് ഇങ്ങനെ വരാൻ പറഞ്ഞു. എന്റെ ഫാദറും ആ സമയത്ത് തന്നെ എന്നെ വിളിച്ചു, എനിക്ക് നിന്നെ ദൈവത്തിന്റെ അപ്പോസ്തലനെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞു. ഞാൻ പച്ച മലയാളത്തിൽ പറഞ്ഞ ഓർക്കാപ്പുറത്ത് എന്റെ തലയിലോട്ട് കൈ വെച്ചു. ഞാൻ അങ്ങ് കിടുങ്ങാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു. ഞാൻ വിചാരിച്ചു, ദൈവം ഇത്രയും വലിയൊരു ഉത്തരവാദിത്വം ഞാൻ എങ്ങനെ ഞാനത് ക്ലിയർ ചെയ്തെടുക്കും. ഞാൻ എന്നിട്ട് ഭയങ്കര പ്രാർത്ഥനയോടും വിഷമത്തോടും വേദനയോടും കൂടി ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് ഒരു ഉച്ചമയക്കത്തിന് ബെഡിൽ കിടന്നപ്പം ദൈവം എനിക്ക് ദർശനം തന്നു.
അത് യാഥാർത്ഥ്യമാണെന്ന് എന്നെ കാണിച്ചു തന്നു. അങ്ങനെ ഞാൻ ദൈവം പറഞ്ഞാൽ പിന്നെ എന്തോ ചെയ്യാനാ, ഇത്രയും ചാൻസും തന്നു. ഞാൻ അന്ന് തൊട്ട് എൻ്റെ ബൈബിൾ വചനത്തിൽ, അതും ദൈവത്തിന്റെ ഏറ്റവും വലിയൊരു നീതി എന്ന് പറയുന്നത്, ദൈവം ആ സമയത്ത് എനിക്ക് നല്ലൊരു ആത്മീയ ഗുരുക്കന്മാരെ തന്നു, നല്ലൊരു ആത്മീയ പിതാവിനെ തന്നു, നല്ല കൂട്ടുവേലക്കാരെ തന്നു. എനിക്ക് മുൻപേ ഇറങ്ങിയവരായാലും എൻ്റെ ഒപ്പം ഇറങ്ങിയവരായാലും ഇവരുടെയൊക്കെ കൂടെ നിന്ന് എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചു. അപ്പൊ ഈ ഇടയ്ക്ക് ഞാൻ ആയൂരുള്ള ജോൺസൺ പാസ്റ്റർ കൂടെ യാദൃശ്യമായി ഒന്ന് സഹായിക്കാൻ വേണ്ടി പോയതാ, വണ്ടി ഓടിക്കുക. എന്നോട് പറഞ്ഞു സാക്ഷ്യം പറയാൻ പറഞ്ഞു. പരസ്യവേല സമയമായിരുന്നു. ഞാൻ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പരസ്യമായി എൻ്റെ സാക്ഷ്യം പറഞ്ഞു. അറിയാലോ, നമുക്ക് ഒരു സാക്ഷി വേറെ സാക്ഷി ഉളവാക്കുന്നു. ദൈവം എന്നെ അങ്ങനെ ഉപയോഗിച്ചു. എന്നെ കൂട്ടിന് വിട്ടതാ, പക്ഷെ ദൈവം കണ്ടത് അതല്ലായിരുന്നു. എന്നെ എല്ലാവർക്കും ഒരു സാക്ഷിയാക്കി മാറ്റുവാനായിരുന്നു. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ ദൈവം ചെയ്തു. ഇപ്പൊ ഒരു 6 മാസമായി ഞാൻ വചന ശുശ്രൂഷയിലായിരിക്കുന്നു, പ്രാർത്ഥനയിലായിരിക്കുന്നു. ഞാനിപ്പോ ഒരു വാഗ്ദത്ത സന്തതിക്കായി വെയിറ്റ് ചെയ്യാണ്. എന്നോട് ഞാൻ ഒത്തിരി അധികം സ്നേഹിക്കുന്ന എൻ്റെ ഒരു ആത്മീയ ഗുരു എന്നോട് പ്രവചിച്ചായിരുന്നു, എന്ന് നീ സക്രിയാവിന്റെ പൊസിഷൻ ഏറ്റെടുക്കുന്നു അന്ന് നീ ഒരു പിതാവാകും. അതുപോലെ തന്നെ എനിക്ക് കൈവപ്പ് ശുശ്രൂഷ കഴിഞ്ഞ് 2-ാം മാസമാണ് എൻ്റെ ഭാര്യ ഗർഭിണിയാകുന്ന ഇവര് ഞങ്ങൾ അറിഞ്ഞത്. അങ്ങനെ എല്ലാം ദൈവം കാത്തു സൂക്ഷിച്ചു ഞങ്ങളെ. ഇതിനിടയ്ക്കെല്ലാം പല ബുദ്ധിമുട്ടുകൾ എല്ലാം, ഇപ്പം സാമ്പത്തികമായും സാഹചര്യങ്ങളായും സാങ്കേതികമായും ശാരീരികമായി തന്നെ. നിങ്ങൾക്കറിയാലോ, ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ നമ്മൾ എന്തുമാത്രം ഗുളികകളാണ്. ഞാൻ ഒരു ദിവസം 15 മുതൽ 20 ഗുളികകൾ വരെ കഴിക്കുന്നുണ്ട്. എല്ലാ മാസവും ചെക്കപ്പുകളുണ്ട്. ഇതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും തിരുവട്ടാർ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ഒരു പ്രാസംഗികൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. ഞാൻ തലവേദന മാറി ദൈവത്തെ അംഗീകരിച്ചവനല്ല, എനിക്ക് ക്യാൻസർ മാറി ദൈവത്തെ അംഗീകരിച്ചവനല്ല എന്ന് പറഞ്ഞ പോലെ, ഞാൻ എൻ്റെ അസുഖം മാറാൻ വേണ്ടിയിട്ടല്ല ഇപ്പൊ ദൈവത്തെ അംഗീകരിക്കുന്നതല്ല, ദൈവം എന്നെ തെരഞ്ഞെടുത്തല്ലോ. അത് തന്നെ വലിയ കാര്യം. ഞാൻ ചെയ്ത തെറ്റുകൾ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഒന്നുമല്ല, പക്ഷെ ദൈവം എന്നെ തെരഞ്ഞെടുത്തു. ഞാൻ ഇതിനു വേണ്ടി നിൽക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ ദൈവം എന്ന മഹാസത്യത്തെ ഞാൻ മനസ്സിലാക്കി. ഞാൻ എവിടെയെങ്കിലും ഒരു വചനം എടുക്കാൻ പോകുമ്പോൾ ഞാൻ പറയും, യേശുക്രിസ്തു നമുക്ക് യാഗമായി എന്നുള്ളത് സത്യം തന്നെ. പക്ഷെ നമ്മൾ അറിയേണ്ട ഒരു സത്യം, അതിൽ കുറച്ച് പ്രോസസ്സ് നടന്നായിരുന്നു. അതിന് യേശുക്രിസ്തു ആദ്യം നമ്മളെ സ്നേഹിതന്മാരായി, 2 കാട്ടിക്കിടന്ന് നമ്മളെ നാട്ടിക്കൊണ്ടുവന്നു. 3-ാമത്തെ കാര്യം, യേശുക്രിസ്തു നമ്മളെ സഹോദരന്മാരാക്കി. 4-ാമത്തെ കാര്യം, യേശുക്രിസ്തു നമ്മളെ പുത്രന്മാരും പുത്രികളും ആക്കി. 5-ാമത്തെ കാര്യം, യേശുക്രിസ്തു നമ്മളെ പുരോഹിത വർഗമാക്കി പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ യേശുക്രിസ്തു തന്റെ ഇത്രയും കാലയളവ് കൊണ്ട് ചെയ്തു. എന്തിനാ? ഒരു കാര്യമില്ലാത്ത നമുക്ക് വേണ്ടി യേശു അടിയേറ്റ് നമ്മളെല്ലാം ദൈവത്തെ, അതാണ് മനുഷ്യരാശിക്ക് മുഴുവനുമായി ആ ദൈവം നമുക്ക് വേണ്ടി ചെറിയ ഒരു രൂപത്തിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. പഴയ നിയമത്തിൽ എപ്പോഴും പറയൂലോ, മോശയോട് പറയില്ല, നിങ്ങളുടെ കൂടെ നടക്കുവാൻ എനിക്കൊരു കൂടാരം പണിയുക. അതിന് പകരമായി നമ്മുടെ കൂടെ ആ ദൈവം നമ്മുടെ ശരീരം പോലെ നമ്മുടെ കൂടെ നടന്ന് നമ്മുടെ കൂടെ നടത്തി എപ്പോഴും നമുക്കൊരു സ്നേഹിതനാണ്. എനിക്ക് ആ വേട. അപ്പൊ ഞാൻ എപ്പോഴും എൻ്റെ ഭാര്യയോട് പറയുക, ഞാൻ വിവാഹത്തിന് മുമ്പ്, മോളെ, എനിക്ക് ഒരു ഭാര്യയെ വേണ്ട, എനിക്കൊരു സ്നേഹിതയാണ് വേണ്ടത്. കാരണം ഞാൻ ചില മീറ്റിങ്ങിലൊക്കെ പറയും, പണ്ട് ഞാൻ പഠിക്കുമ്പോൾ ഉണ്ണായി വാര്യർ എന്ന് പറയുന്ന ഒരു കവി കേരളത്തിലുണ്ട്. അദ്ദേഹം ഹംസവും ദമയന്തി എഴുതാൻ നേരത്തെ ഈ ഹംസം ചെന്ന് ദമയന്തിയോട് ഒരു ഒരു സന്ദേശം കൊടുക്കും. അപ്പൊ പറയുന്നത്, നീ നിന്റെ സ്നേഹിതമാരെ പോലെ എന്നെ വിശ്വസിക്കണം. അപ്പൊ ഞാൻ ഈ യേശുക്രിസ്തു എന്ന സ്നേഹിതം എന്ന് ചിന്തിച്ചപ്പോൾ എന്റെ മനസ്സിൽ വന്നത് ഇതാ. ഞാൻ എന്റെ വൈഫിനോട് പറയായിരുന്നു, മോളെ, എനിക്കൊരു സ്നേഹിതയെ വേണ്ട. എന്റെ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിലൊക്കെ എന്ന് പറഞ്ഞാൽ സ്വകാര്യം പറയാൻ കൂട്ടുകാരനുണ്ടാവും, പക്ഷെ ഭാര്യയുടെ പൊസിഷനിൽ മാത്രം. എനിക്കത് ഇഷ്ടമല്ലായിരുന്നു. എല്ലാം തുറന്നു പറയാവുന്ന ഒരാൾ. അങ്ങനെ ഞാൻ എൻ്റെ ഭാര്യയെ കാണുമായിരുന്നു. അപ്പോഴാണ് ദൈവം ഈ വചനത്തിന്റെ ആഴം എനിക്ക് മനസ്സിലാക്കുന്നത്. അങ്ങനെ യേശുക്രിസ്തു സ്നേഹിതനാണെന്ന് അറിഞ്ഞപ്പോഴാണ് എനിക്ക് വളരെ വളരെ വേദന തോന്നിയത്. ഇത്രയും നല്ലൊരു സ്നേഹിതൻ. യേശുക്രിസ്തു പറയുന്നുണ്ടല്ലോ തന്റെ സുവിശേഷത്തിൽ, തന്റെ സ്നേഹിതന് വേണ്ടി ജീവൻ കൊടുക്കുന്നവൻ. അതിലും വലിയൊരു സുവിശേഷം ഈ ലോകത്തൊന്നുമില്ല. നമുക്കെല്ലാം വേണ്ടി സമ്പന്നത വിട്ട് ഈ ഭൂമി വന്ന് നമുക്കെല്ലാവർക്കും വേണ്ടി, നമുക്ക് വേണ്ടി ജീവൻ. യേശുക്രിസ്തു നിലവിളിച്ചു എന്ന് പറയുന്ന ആ വേടുണ്ടല്ലോ, ദൈവമേ ദൈവമേ എന്നെ കൈവിട്ടതെന്തോ. ആ നിലവിളി തന്നെ എല്ലാം ഉണ്ട്. പിതാവ് നമുക്കെല്ലാം വേണ്ടി മോന്റെ ദേഹത്തോട്ട് നമ്മുടെ പാപങ്ങൾ വഹിക്കുന്ന ആ അവസ്ഥ. ഞാൻ അത് ചില സമയത്ത് കണ്ടില്ല. ഇപ്പൊ ഇത് പറയുമ്പോഴും എനിക്ക് കുളിര് കയറുക, എന്റെ രോമം എഴുന്നേറ്റേക്കുക.
ചില വചനങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് ഷിവറിങ് പോലെ എനിക്ക് ഫീൽ ചെയ്യും. ദൈവം എന്നെ അനുഗ്രഹിക്കുന്നതാണെന്ന് ഞാൻ വിശ്വസിച്ചു പോകും. ചിലപ്പം തണുത്ത വെള്ളത്തുള്ളികൾ എന്നിലേക്ക് വരും. അന്നേരമൊക്കെ ഞാൻ ആഗ്രഹിക്കും, ദൈവമേ, ദൈവം എന്റെ അടുത്ത് നിൽക്കുന്നതായിരിക്കും അല്ലേ എന്ന്. അങ്ങനെ എന്നെ ഒത്തിരി വചനങ്ങളിൽ കൂടി ദൈവം എന്നെ ഓർപ്പിക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഞാൻ പിന്മാറ്റത്തിൽ പോകാനുള്ള ഒരു റീസൺ വചനത്തിന്റെ മർമ്മങ്ങളെ. ഇപ്പൊ നമ്മളെല്ലാം വചനം കാണാപ്പാടം അറിയാവുന്നവരാണ്. ഇപ്പൊ തന്നെ പല മീറ്റിങ്ങുകളിൽ പോയാലും കാണാപ്പാടം ബൈബിൾ എത്രയായിട്ട് തരംതിരിച്ചിരിക്കുന്നത് അതിന്റെ ഉത്തരം അറിയാം. അങ്ങനെയുള്ള എല്ലാ കാര്യവും എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ ഇന്ന വചനത്തിന്റെ യഥാർത്ഥ മർമ്മം എന്താന്ന് ചോദിക്കുമ്പോൾ പലർക്കും അറിയത്തില്ല. അപ്പൊ ഈ വചനത്തിന്റെ മർമ്മങ്ങളെ എനിക്ക് ദൈവം തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇനി ഞാൻ എപ്പോഴും ദൈവത്തിന് വേണ്ടി ശക്തമായി, ധൈര്യമായി, സ്ഥിരതയോടെ ഓടാൻ വേണ്ടി ജീവിക്കും എന്നുള്ള ഉറപ്പ് എന്റെ മനസ്സിലുണ്ടായി. പല പ്രതികൂലങ്ങളും ഞാനിപ്പോ ഈ കർത്തൃവേലയിലായ തുടങ്ങിയ പിന്നെ എനിക്ക് ഒത്തിരി പ്രതികൂലങ്ങൾ എന്റെ ശാരീരികമായി. നിങ്ങൾക്ക് അറിയായിരിക്കും, ഇമ്മ്യൂണോ സപ്രസൻസ് ഞങ്ങൾ കഴിക്കുന്ന ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആൾക്കാർ. കാരണം ഈ നമ്മൾ വെച്ച കിഡ്നീനെ ബോഡി അറ്റാക്ക് ചെയ്യാതിരിക്കാൻ ബോഡി ഇമ്മ്യൂണോ സപ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ഇമ്മ്യൂണോ സപ്രസന്റ് ആണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഇമ്മ്യൂണോ സപ്രസന്റ് കഴിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് പൊടി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നാൽ ഭയങ്കര ടയേർഡ് ഫീൽ ചെയ്യും. അപ്പൊ ഞാൻ ഈ മീറ്റിങ്ങുകൾക്ക് പോകുമ്പോഴും യാത്രയൊക്കെ ചെയ്യുമ്പോഴും എല്ലാം പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോഴൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഈ പൗലോസ് മല്ലയുദ്ധം ചെയ്തു എന്ന് പറഞ്ഞതിന്റെ ഒറിജിനൽ മീനിങ് എനിക്ക് മനസ്സിലായത് ഞാനൊരു ആത്മീയതയിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ്. കാരണം ഞാൻ പല സമയത്ത് രാത്രിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഈ പൈശാചിക മണ്ഡലങ്ങൾ എന്നെ ആക്രമിക്കാൻ വരുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈ വചനത്തിന്റെ, അതാ പറയുന്നത്, യേശുവിനെ നമ്മൾ രുചിച്ചറിയണം എന്ന് പറയും. തേനിലും മധുരമുള്ള യേശു ക്രിസ്തുവിനെ കാരണം അത് രുചിച്ചറിയുമ്പോഴാണ് ഈ ബൈബിളിൽ പറയുന്ന പല കാര്യങ്ങളുടെ യഥാർത്ഥ അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ഇത് പലതും മനസ്സിലാക്കുമ്പോൾ ദൈവം എന്നെ ഇപ്പം കൃപയോടുകൂടി കാക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ കുടുംബത്തിലും എല്ലാം പറയും, എപ്പോഴും ഞാൻ പറയും, എപ്പോഴും ബുദ്ധിമുട്ട്, അതായത് എപ്പോഴും പറയുമല്ലോ, അയ്യോ പറഞ്ഞു ഭൂമി ജനിച്ച ബുദ്ധിമുട്ടുണ്ട്. പൗലോസ് എടുത്തു പറഞ്ഞു, ക്രിസ്ത്യാനിയായ കഷ്ടം അധികം. അതുകൊണ്ട് ബുദ്ധിമുട്ട് എന്ന പദത്തിനല്ല ഇമ്പോർട്ടൻസ്, യേശു ക്രിസ്തുവിനോട് കൂടെ അത് സഹിക്കുന്നതിലാണ് ഇമ്പോർട്ടൻസ്. എപ്പോഴും പഴയ നിയമത്തിൽ ഹാനോക്കിന്റെ കൂടെ നടന്നെന്ന് പറയുമെങ്കിലും ഇപ്പൊ പുതിയ നിയമത്തിൽ കാട്ടൊലുവായി നമ്മുടെ ഉള്ളിലാണ് ദൈവം ഇരിക്കുന്നത്. മറ്റേത് കൂടെയാ നടന്നതെങ്കിൽ ഇപ്പൊ നമ്മുടെ ഉള്ളിൽ നമ്മളോട് ഉള്ളിൽ തന്നെ ഇരുന്ന് നടക്കുന്നു. ഇത്രയും നല്ലൊരു ദൈവത്തെ എനിക്ക് സത്യം പറഞ്ഞ ഈ 38 വർഷം വെറുതെ കളഞ്ഞല്ലോ എന്ന് ഞാൻ ആലോചിച്ച് എപ്പോഴും വിഷമിക്കും. ദൈവം ഇത് എനിക്ക് ഇച്ചിരി ഇങ്ങനെ മുൻപ് അങ്ങ് കൃപ തോന്നി തന്നായിരുന്നെങ്കിൽ എന്റെ പഴയതൊക്കെ ഓർന്ന് ഞാൻ ലജ്ജിതനാവും. ചില സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിക്കും, എന്തോ ലൈഫായിരുന്നു എന്റെ എന്ന് ആലോചിക്കും. ഇത്രയും മഹാസമാധാനവും സ്നേഹവും തന്ന ദൈവത്തെ ആലോചിക്കുമ്പോൾ ഞാൻ പഴയത് ആലോചിക്കുമ്പോൾ ഞാൻ എന്തൊരു വ്യക്തി, എനിക്ക് നാണം തോന്നി, എനിക്ക് ലജ്ജ തോന്നി, എന്റെ വ്യക്തിത്വത്തോടൊന്നും ചിന്തിക്കും. പക്ഷെ ഇപ്പോൾ ഞാൻ ദൈവത്തിൽ കൃപയോട് കൂടി ഇരിക്കുന്നതുകൊണ്ട് എപ്പോഴും ദൈവം എന്നെ അനുഗ്രഹിക്കുന്നു എന്ന് എനിക്കൊരു ഫീല് വരും. ദൈവം എന്റെ എല്ലാ പാതകൾക്കും എന്നെ കാക്കുന്നതായി എനിക്ക് ഫീൽ ചെയ്യും. ഇങ്ങനെ എന്റെ പപ്പയും അമ്മയൊക്കെ നേരത്തെ തന്നെ വിശ്വാസത്തിൽ കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ബൈബിളിന്റെ ബേസിക്സിനൊന്നും ഒരു കുറവില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഞാൻ സൺഡേ സ്കൂൾ കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ. പക്ഷെ അന്നും എന്നിലെ സംശയങ്ങൾ ദൈവം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു. പണ്ട് അബ്ദുൽ കലാമിനോട് ഒരു കുട്ടി ചോദിച്ചു, ആദ്യത്തെ സയന്റിസ്റ്റ് ആരാണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഒരു കുട്ടിയാണ് എപ്പോഴും. കാരണം ഓരോ കുട്ടികൾ ജനിക്കുമ്പോഴും അവർ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞതുപോലെ ഞാൻ എപ്പോഴും ദൈവത്തോട് ചോദിക്കും, ദൈവമേ, ഈ വചനത്തിന്റെ മർമ്മം എനിക്ക് വെളിപ്പെടുത്തി തരണം. ഈ വചനം എന്താണെന്ന് അങ്ങ് എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണം. വചനം എന്ന് പറയുന്നത് യേശുക്രിസ്തു ആയതുകൊണ്ട് യേശുക്രിസ്തു ഞാൻ വെളിപ്പെടുത്തി തരും. അത് നല്ലൊരു ഫീലാണ്. നമ്മുടെ കൂടെ ഈ ലോകത്തിന്റെ സൃഷ്ടാവ് ഉണ്ടെന്നുള്ളൊരു സമാധാനം, അത് നമ്മളോട് സംസാരിക്കും എന്നുള്ളൊരു സന്തോഷം. പിന്നെ പൗലോസ് പറഞ്ഞത് വരാൻ പോകുന്ന നന്മയെ ഓർത്തുള്ളൊരു സന്തോഷം, ആ നിത്യതയെ ഓർത്തുള്ള സന്തോഷം, ഇതെല്ലാം എന്നെ നടത്തിക്കൊണ്ടിരുന്നു. ഞാൻ വീണ്ടും പറയട്ടെ, എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ട്, എല്ലാ സാഹചര്യത്തിലും ഞാൻ ജീവിക്കുന്നുണ്ട്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ ദൈവത്തോട് കൂടെ ഇരുന്ന്, ദൈവത്തിൽ ഇരുന്ന്, അതാ പറഞ്ഞു, ഞാൻ അവനിലും അവൻ എന്നിലും. ദൈവം നമ്മളിലാണെന്ന് നമുക്ക് കൺഫേം ചെയ്യാം, പക്ഷെ നമ്മൾ ദൈവത്തിലാണോ എന്നുള്ളൊരു ചോദന ചെയ്യേണ്ടി വരുമല്ലോ. അപ്പൊ ഞാൻ എപ്പോഴും ദൈവത്തിലിരുന്ന് എപ്പോഴും പ്രാർത്ഥിക്കും, ദൈവമേ കൃപ തരണം, ഞാൻ ബലഹീനനായി അങ്ങ് ബലമുള്ളവനായി വരണം. സ്നാപയോഹന്നാൻ പറഞ്ഞാല്, ഞാനോ കുറയണം അവനോ പറഞ്ഞു. ഞാൻ എപ്പോഴും പറയും, ഈ ഞാൻ എന്ന് പറയുന്ന സംഭവം നികളം നമ്മൾക്കില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്നേ രക്ഷപ്പെട്ടു പോയായിരുന്നു. അതുകൊണ്ട് ഞാൻ എപ്പോഴും ദൈവത്തോട്, എനിക്ക് ഒരിക്കലും എന്റെ വാക്കിലോ നോട്ടത്തിലോ പ്രവൃത്തിയിലോ ഈ ഞാൻ വരാതിരിക്കാൻ ദൈവമേ എന്നോട് കൃപ തോന്നും.
ഇതൊക്കെയാണ് എന്റെ സാക്ഷ്യങ്ങൾ. പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. പക്ഷെ ഇപ്പോൾ എന്റെ മനസ്സിൽ ഓടി വരുന്ന പ്രധാനപ്പെട്ട സാക്ഷ്യങ്ങൾ ഇതെല്ലാം. ഇതിനൊക്കെ ഇടയ്ക്ക് എനിക്കൊരു ആക്സിഡന്റ്, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാവുന്നതാണ്, ഒരു കണ്ണിലൊരു വെട്ടമുള്ളത് ഇവിടെ പിരികത്തില്. ഞാൻ ഇതുപോലെ തന്നെ ഡയാലിസിസ് കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഞാൻ ഉറങ്ങിപ്പോയി, ഡയാലിസിസിന്റെ ക്ഷീണം കാരണം. ഞാൻ ഡയാലിസിസ് കഴിഞ്ഞ വഴിക്ക് ഉറങ്ങിപ്പോയി, മതിലേ പോയിട്ട് കാർ 3 തവണ മറിഞ്ഞു. 3 തവണ പറഞ്ഞു, നടുക്ക് വെച്ച് ഷെല്ല് കട്ടായി പോയി. അപ്പം ഞാൻ പിറ്റേ ദിവസം GD എൻട്രി, ജനറൽ ഡയറ്റ് ഇൻഷുറൻസിന് വേണ്ടി എഴുതി ഞാൻ പോലീസോ സ്റ്റേഷനിൽ പോയി തിരിച്ചു വന്നു. പോലീസുകാർ ചോദിച്ചു, താങ്കൾ തന്നെയാണോ ഇതിനകത്ത് യാത്ര ചെയ്ത്? ഒറിജിനൽ ആളെ കൊണ്ടുവരാൻ പറഞ്ഞു. കാരണം അതുപോലെ കാറ് തകിടം മറിഞ്ഞു. ഞാൻ പറഞ്ഞു, അല്ല സാറേ, സത്യമായിട്ട് ഞാൻ തന്നെ. ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കത്തില്ല, ഇത് നിങ്ങൾ ആൾമാറാട്ടം നടത്തുന്നത്, ഇത് വൻ കേസാന്ന് പറഞ്ഞു. നമ്മൾ തീർച്ചയായും ഞാൻ തന്നെ എല്ലാ പ്രൂഫും ക്യാമറ ഒക്കെ എടുത്തു കൊടുത്തപ്പോഴും അവർ ഉറപ്പിച്ച്. അങ്ങനെ അവർ GD എൻട്രി എഴുതി തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, അന്നേരവും ദൈവം എന്നെ കാത്തു. ഞാൻ പിന്മാറ്റത്തിലായിരുന്നപ്പോഴും ഇവനെ എനിക്ക് ഒരിക്കൽ വേണ്ടി ഉപയോഗിക്കാനുള്ളതായതുകൊണ്ട് ദൈവം എന്നെ കാത്തു പരിപാലിച്ചു. അങ്ങനെ അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കണം, ഞാൻ ഇപ്പോഴും നിങ്ങളെ കാണിക്കുന്നത് ഫിസ്റ്റുല എന്ന് പറയും, ഡയാലിസിസ് ചെയ്യുന്നതിന്റെ ഈ കയ്യിലായിരുന്നു. ഈ കൈക്ക് എന്തെങ്കിലും പ്രശ്നം വന്നായിരുന്നു ഞാൻ മരിച്ചു തന്നെ. കാരണം ഹാർട്ടിൽ നിന്ന് ഡയറക്റ്റ് ആർട്ടറി കണക്ട് ചെയ്ത് വെച്ചിരിക്കുക, ആർട്ടറിയും വെയിനും തമ്മിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുക. അതിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ബ്ലഡ് പമ്പ്, ഡാമിലെ വെള്ളം തുറന്നു പോലെ ചെയ്തു. പക്ഷെ ദൈവം എന്നെ അതിലും കാത്തു. അതുപോലെ എന്റെ 1-2 വട്ടം ബൈക്ക് ആക്സിഡൻസ്, ഇതിലെല്ലാം ദൈവം എന്നെ കാത്തു. പക്ഷെ ഞാൻ വിചാരിച്ചു, നമ്മൾ ഭൗതികമായി ചിന്തിക്കും ഞാൻ ഭയങ്കര സ്കിൽഡ് ഡ്രൈവറാ, എല്ലാവരും എന്നോട് ഇന്ന ആളെ വിളിച്ചാൽ മതി, പുള്ളി ഇടയിൽ കൂടെ കയറ്റിക്കൊണ്ട് പോകാൻ മിടുക്കനാണ്. വെറുതെ നമ്മുടെ മിടുക്കൊണ്ട് മാത്രമല്ല ഇത് നടക്കുന്നത്. നമ്മൾ ഒരു ശതമാനം ഇടും, 99% ദൈവം ഇങ്ങനെ കാത്ത് നമ്മളെ ഓടിപ്പിക്കാൻ വരെ ക്രമീകരിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിന് ഒത്തിരി നന്ദി പറഞ്ഞു. അങ്ങനെ പല പല സാഹചര്യങ്ങളിൽ എന്നെ അവൻ മുന്നമേ കണ്ടതുകൊണ്ട് എന്നെ കാത്തു സൂക്ഷിച്ച് തന്റെ ഉള്ളം കൈ നടത്തിയ കൃപയോർത്താൽ ദൈവത്തിന് മഹത്വം ചെയ്യാതെ ഒരു വഴിയില്ല. ആ ദൈവം എന്നെ കാക്കുന്ന മഹാകൃപയ്ക്ക് ദൈവത്തിന് എപ്പോഴും നന്ദി പറയും. ഇതാണ് എന്റെ ചുരുക്കമായ സാക്ഷ്യം. ഇപ്പോൾ എന്റെ മനസ്സിൽ വരുന്ന സാക്ഷ്യം ഇതാണ്. ദൈവം എപ്പോഴും എന്നെ കാക്കുന്നുണ്ട്, ഇപ്പോഴും തുടർന്നും അത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എന്റെ ലക്ഷ്യം ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് ദൈവം പറയുന്ന പോലെ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ഒരു പ്രശ്നങ്ങൾ അനുഭവിച്ച് എന്നെ ദൈവം ഇതിൽ നിന്ന് വിടുവിക്കും എന്നതിലുപരി, വിടുവിക്കുക തന്നെ ചെയ്യും, പക്ഷെ അതിലുപരി എന്റെ ഓട്ടം തികയ്ക്കുക എന്നുള്ളത് മാത്രമാണ്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, എന്റെ ആത്മീയ പുതുക്കത്തിനായിട്ട് പ്രാർത്ഥിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. 1-2 കാര്യം കൂടി ചോദിച്ചോളട്ടെ ജോക്കിൻ ബ്രദർ. ഇപ്പൊ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ? ഇപ്പം ആക്ച്വലി ശാരീരികമായി പ്രശ്നങ്ങളില്ല. ഇപ്പം ഈ നമ്മൾ സ്റ്റിറോയിഡ്സ് കഴിക്കുന്നതുകൊണ്ട് അതിൻ്റെതായ കുറച്ച് ഷുഗർ ഉണ്ട്, ഷുഗറിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതിനിപ്പോ ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. എങ്ങനെയാ പിന്നെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്? അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടോ? എങ്ങനെയാ സാഹചര്യം? ഇപ്പൊ ജോലിക്കൊന്നും പോകുന്നില്ല. ഇപ്പം നേഴ്സിംഗ് ജോബ് ആയതുകൊണ്ട് നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറവായതുകൊണ്ട് നമുക്ക് ജോബിന് പോയാൽ ഇൻഫെക്ഷൻ ചാൻസ് കൂടുതലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ ജോബിന് പോകുന്നില്ല. പിന്നെ ദൈവം പറയുന്ന പോലെ നടക്കാമെന്ന് വിചാരിച്ചു. ഇപ്പൊ ദൈവം ബൈബിൾ എടുക്കാൻ പറഞ്ഞു, ബൈബിൾ എടുത്തേക്കുന്നു. ഇനി ദൈവം എന്താ പറയുന്നതെന്ന് അറിയത്തില്ല. വേലയോട് കൂടിയ ദൈവവേലയാണോ എന്നും നമുക്ക് അറിയത്തില്ല. ഇതുവരെ എന്നോട് അങ്ങനെ സംസാരിച്ചിട്ടില്ല. ഞാൻ ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കുന്നു. ഓക്കെ. ഈ ട്രീറ്റ്മെന്റ് ആരംഭിച്ചു, ആദ്യം 2-2.5 വർഷം ഡയാലിസിസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ ഡോണറിനെ എങ്ങനെയാ നമ്മൾ കണ്ടെത്തുകയായിരുന്നോ അതോ? ഡോണർ എനിക്ക് അറിയാവുന്ന ഒരു തിരുവനന്തപുരത്തുള്ളൊരു പയ്യനാണ്. അങ്ങനെ അദ്ദേഹം തരുമായിരുന്നു, കിഡ്നി തരും. ഞങ്ങൾ മാച്ച് ചെയ്ത് നോക്കി, അങ്ങനെ അദ്ദേഹം തരുമായിരുന്നു. ഓക്കെ 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 ഓക്കെ. അത് വലിയൊരു അനുഗ്രഹമായി തീർന്നു അല്ലേ? അനുഗ്രഹമായിരുന്നു. കാരണം ഈ ഡോണറിന്റെ അകത്തൊക്കെ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് സ്വാഭാവികമായി. പക്ഷെ എന്റെ കേസിൽ ഒരു 4 മാസത്തിനുള്ളിൽ പേപ്പർ വർക്കുകളും അത്യാവശ്യം എല്ലാം ക്ലിയർ ആവുകയും നമ്മുടെ സെയിം ഏജ് ആളെ കിട്ടുകയും ചെയ്യും. അതാണ് ഏറ്റവും വലിയൊരു ഗുണകരമായിട്ട് എനിക്ക് തോന്നുന്നത്. സെയിം ആയിട്ടുള്ള പയ്യനെ. ഈ കിഡ്നി നമ്മുടെ ശരീരത്തിൽ വെച്ചപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തായിരുന്നോ അതോ എന്തെങ്കിലും ഇഷ്യൂസ് വല്ലതും ഉണ്ടായിരുന്നു? ഇല്ല, ആദ്യം പിന്നെ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. ഞാനൊരു 2-3 ദിവസം മോർഫിനില ICUയിൽ കിടന്നത്, ട്രാൻസ്പ്ലാന്റ് ICUയിൽ. എനിക്ക് ഭയങ്കര വേദന
ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് എന്നിട്ട് ഡോക്ടർ എനിക്ക് ലാസ്റ്റ് വാണിംഗ് തന്നു, നീ ഒരു നേഴ്സാണ്, മോർഫിന്റെ സൈഡ് എഫക്ട് നിനക്ക് അറിയാലോ, അത് വെറുതെ എടുക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. പക്ഷെ അത് മോർഫിൻ വീണ്ടും എടുക്കേണ്ട വന്നു. അങ്ങനെയാണ് ഇച്ചിരി എനിക്ക് ഒരു 2 ആഴ്ചയോളം ഹോസ്പിറ്റൽ സ്റ്റേ ചെയ്തു. പിന്നെയാണ് ഡിസ്ചാർജ് ആയത്. പിന്നെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ സപ്പോർട്ട് ചെയ്തു ഒത്തിരി. പിന്നെ അങ്ങനെ കസിൻസ് അങ്ങനെ അങ്ങ് അത് ചെയ്തു. വലിയൊരു എമൗണ്ട് അവിടെ ചെലവായി കാണും. അതെ അതെ, നല്ലൊരു എമൗണ്ട് ചെലവായി. അതിന്റെ എൻ്റെ ഒരു ചെറിയ സൺഡേ സപ്ലിമെന്റിന് എൻ്റെ ഒരു ഫീച്ചർ വന്നായിരുന്നു. മനോരമക്കാരെ ഒരു ദിവസം എന്നെ ഇന്റർവ്യൂ ചെയ്തായിരുന്നു. ആ സമയത്ത് ഞാൻ 700-ൽ പരം ഡയാലിസിസ് ചെയ്തു, ആഴ്ച 3 വെച്ച്. അപ്പം ചെറുപ്പക്കാർക്ക് ആരെങ്കിലും വിഷമിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് എന്റെ സന്ദേശം എന്തെങ്കിലും ആകട്ടെ എന്ന് പറഞ്ഞ് ആ സമയത്ത്, അതായത് ഇപ്പൊ ഒരു 4 വർഷം 3 മുമ്പാ ഞാൻ ഡയാലിസിസ് ചെയ്യുന്നത്. മനോരമ കാര്യം ഒന്ന് എന്നെ ഇന്റർവ്യൂ ചെയ്ത് അത് സൺഡേ സപ്ലിമെന്റ് ഇട്ടായിരുന്നു. അതിനെ പറ്റി ഒത്തിരി കോളുകളൊക്കെ വന്ന് ഒത്തിരി പേർക്ക് ഒത്തിരി പേരോട് എനിക്ക് സന്ദേശം കൊടുക്കാൻ പറ്റി, ആത്മധൈര്യത്തെ പറ്റിയൊക്കെ. പിന്നെ ഇപ്പൊ ദൈവജനത്തെ പറ്റിയും ഞാൻ പലരോടും അതുവഴി വന്ന പലരോട്ട് ഇപ്പോഴും ബന്ധമുണ്ട്. അപ്പൊ അവരോടൊക്കെ ദൈവവചനത്തെ പറ്റി ഈ സമയത്തൊക്കെ എനിക്ക് പറയുവാനും തോന്നും. ദൈവം എന്തോ കണ്ടേക്കുന്നതെന്ന് നമുക്കറിയില്ല. ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് എത്ര നാൾ കഴിഞ്ഞിട്ടാ വിവാഹം കഴിക്കാൻ ഇടയായി തീർന്നത്? ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് 2019 നവംബർ. ഞാൻ നേരത്തെ ഇച്ചിരി വർഷം മാറിപ്പോയെന്ന് തോന്നുന്നു പറഞ്ഞത്. 2019 നവംബർ. എനിക്ക് വിവാഹം 2020 എന്നാ നേരത്തെ പറഞ്ഞത്. 2019 നവംബർ. 2020 ഡിസംബറിലാണ് വിവാഹം. ഇതിനൊരു ആക്ച്വലി ഒരു ഓർഡർ ഉണ്ട്. 2019 ട്രാൻസ്പ്ലാന്റ്, 2020 വിവാഹം, 2020 വീട് വെച്ചു. വീട് വെച്ച് മീൻസ് ഞങ്ങൾ ബേസിക്കലി പെരുമ്പാവൂര് വരാം. അപ്പൊ അവിടെ വസ്തു ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ ട്രാൻസ്പ്ലാന്റ് കുറച്ച് ഫണ്ട് വേണമായിരുന്നു. അപ്പൊ ആ ഫണ്ടിന് വേണ്ടി ആ വസ്തു വിറ്റായിരുന്നു. അപ്പൊ ആ വസ്തു വിറ്റിട്ട് ഇവിടെ അടൂര് കുറച്ച് വസ്തു മേടിച്ചു. പിന്നെ കസിൻസ് എല്ലാവരും കൂടെ ഞങ്ങളെല്ലാം കൂടെ ചേർന്നൊരു വീട് വെച്ചു. അത് കഴിഞ്ഞ് വിവാഹം, അത് കഴിഞ്ഞ് എൻ്റെ വൈഫിന്റെ അനിയത്തിയുടെ വിവാഹം, അത് കഴിഞ്ഞ് വൈഫിന്റെ 3ാമത്തെ അനിയത്തിയുടെ വിവാഹം, അത് കഴിഞ്ഞ് എനിക്ക് കൈവെപ്പ് ശുശ്രൂഷ, അത് കഴിഞ്ഞ് വാഗ്ദത്ത സന്തതിക്കായിട്ടുള്ള വെയിറ്റിംഗ് പീരീഡ്. ദൈവം ഓരോ വർഷവും എന്നെ പടിപടിയായി ഉയർത്തിക്കൊണ്ടിരുന്നു, 2 നിലയിൽ, ഭൗതികമായും ആത്മീയം. ഭൗതികമായി എന്ന് പറഞ്ഞാൽ എന്നെ ഒരു കുടുംബസ്ഥനാക്കി, എന്നെ ഒരു സഭയുടെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാക്കി. പിന്നെ എന്നെ വൈഫിന്റെ വീട്ടില് വൈഫിന്റെ ഫാദർ മരിച്ചുപോയിട്ട് ഒത്തിരി വർഷമായിരുന്നു. അപ്പം മൂത്ത മകൻ എന്ന് പറയുമ്പോൾ, മൂത്ത മരുമകൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഊഹിക്കാവുന്നേ ഉള്ളൂ, നമ്മളാണ് അവിടുത്തെ ഒരു കാർന്നോർ സ്ഥാനം, ഇപ്പൊ നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എനിക്ക് 2 അനിയത്തിമാരുടെ വിവാഹത്തിനൊക്കെ അതൊക്കെ നോക്കി കണ്ടൊക്കെ ചെയ്യുവാൻ ദൈവം ഉത്തരവാദിത്വം ദൈവം അവിടെ വെച്ചേ എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. എനിക്ക് തോന്നി ഈ വരുന്ന ക്രിയകൾക്ക് വേണ്ടിയിട്ടായിരിക്കാം. അങ്ങനെ ഒരു അനിയത്തിമാരുടെ വിവാഹവും കഴിഞ്ഞു. അതെ, വിവാഹം കഴിഞ്ഞു. ഓക്കെ. ഈ വിവാഹം ആലോചിക്കുമ്പോഴ് ഈ സഹോദരിയുടെ പേര് രാജി എന്നല്ലേ പറഞ്ഞേ? അതെ. രാജിയോട് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ രാജിക്ക് സമ്മതമായിരുന്നോ ഇങ്ങനെ ഒരു വിവാഹത്തിന്? തീർച്ചയായും. ഞാൻ ആക്ച്വലി മാട്രിമോണിയില് ഇത് വലിയ അക്ഷരത്തിൽ എഴുതി, എനിക്ക് കിഡ്നി മാറ്റി വെച്ചൊരു വ്യക്തിയാണ് എന്ന് ഞാൻ എടുത്തു പറയുന്നൊന്നും പറഞ്ഞ് ഞാൻ എഴുതിയായിരുന്നു മാട്രിമോണിയിൽ. ഇത് വായിച്ചപ്പോൾ തന്നെ രാജിയുടെ അമ്മ പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് നീ അത് കൺഫേം ചെയ്തിട്ട് പറഞ്ഞാൽ മതി. പുള്ളിക്കാരി അന്ന് രാത്രി തന്നെ വിളിച്ചു, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. കാരണം പുള്ളിക്കാരിയുടെ ബ്രദർ പറഞ്ഞായിരുന്നു, അവനൊരു കുറവുണ്ട്, അത് നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിനക്ക് അക്സെപ്റ്റ് ചെയ്യാം. അദ്ദേഹം പറഞ്ഞത് ഇവളുടെ മനസ്സിൽ വന്നു. അങ്ങനെ ഇവള് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം അദ്ദേഹം വിളിച്ചു. ആ സമയം വിളിച്ചപ്പോൾ ഇവളോട് പറഞ്ഞു, നിനക്ക് വരുന്ന ചെറുക്കനോട് സംസാരിക്കുമ്പോൾ നിനക്കൊരു ആശ്വാസം ലഭിക്കും. കാരണം നിങ്ങൾ അപ്പനില്ലാതെ വർഷങ്ങളെ ജീവിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരാളെ ദൈവം തരുന്നത് നിങ്ങൾക്ക്. അങ്ങനെയുള്ള ആളായിരിക്കും നിന്റെ ചെറുക്കൻ. അപ്പൊ അവള് കറക്റ്റ് എല്ലാം നോക്കുമ്പം എന്നെയാണ് ആപ്റ്റായിട്ട് കിട്ടിയത്. അപ്പൊ അവള് ദൈവം തന്നതാണെന്നുള്ള വിശ്വാസത്തിലാണ് പിന്നീട് മുന്നോട്ട് പോയത്. വിവാഹം കഴിഞ്ഞതും ഇപ്പൊ 2 വർഷത്തിൽ കൂടുതലായി ഞങ്ങൾ സന്തോഷമായി ജീവിക്കുന്നു. വളരെ ഹൃദയസ്പർശിയായ ഒരു ജീവിതാനുഭവമാണ് സഹോദരൻ ജോക്കിൻ ജോർജ് പറയുവാനിടയായി തീർന്നത്. ജീവിതത്തിന്റെ നല്ല യൗവനത്തിൽ തന്നെ
കിഡ്നി പേഷ്യൻ്റായിട്ട് മാറുന്ന ഒരു സാഹചര്യം ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല, ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നൊരു പക്ഷെങ്കിൽ പല ചോദ്യങ്ങളുണ്ടാകാം. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിൽ രോഗിയായി മാറി, രോഗം ആർക്കും വരാം, എപ്പോൾ വേണമെങ്കിലും വരാം. പക്ഷെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ രോഗിയായിത്തീരുന്നു. തുടർന്ന് അങ്ങോട്ടുള്ള ഭാരിച്ച ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അതിനൊക്കെ ചുമതല കൊടുക്കേണ്ടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അതിന് കഴിയാതെ നിൽക്കുമ്പോൾ ദൈവത്താൽ ചില ക്രമീകരണങ്ങൾ ദൈവം കൊണ്ടുവന്ന് വീണ്ടും ഒരു ജീവിതത്തിലേക്ക് മടക്കി വരുത്തുന്ന ആ ഒരു അനുഭവമാണ് ഈ സാക്ഷ്യത്തിലൂടെ സഹോദരൻ ജോക്കിൻ ജോർജ് പങ്കുവയ്ക്കുവാൻ ഇടയായി തീർന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. പ്രിയ സഹോദരനെ ദൈവം സഹായിക്കട്ടെ. സൗഖ്യത്തോട്, ആരോഗ്യത്തോട്, അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീയ ജീവിതവും ഒരു കുടുംബ ജീവിതവും വരുവാനിരിക്കുന്ന തലമുറ അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയായി നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുവാൻ കർത്താവ് എല്ലാ അവസരങ്ങളും തരട്ടെ എന്ന് അരോമ TV-യില് ഞങ്ങൾ നിങ്ങളെ ആശംസിക്കുന്നു, ആശീർവദിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദയവായി കർത്താവ് സഹായിക്കട്ടെ. ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകരെ, ഈ വാത്സല്യ സഹോദരന്റെ സാക്ഷി നമ്മൾ കേട്ട് കഴിഞ്ഞല്ലോ. തുടർന്നും ഈ പ്രിയപ്പെട്ടവനെ, കുടുംബത്തെ ഓർത്ത്, അവരുടെ പ്രവർത്തനങ്ങളെ, മിനിസ്ട്രിയൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിപ്പാൻ ഇടയായി തീരുമാറാകട്ടെ. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഈ പ്രിയ സഹോദരനെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ഞാനും അപേക്ഷിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ തന്നെ ഞങ്ങളെ ശ്രവിക്കുന്ന അനേക രോഗികൾ, ശാരീരിക പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർ, മാനസിക പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒത്തിരി പ്രിയപ്പെട്ടവർ, പല നിലകളിൽ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുന്ന, അതുപോലെ തന്നെ കിഡ്നി പേഷ്യൻ്റായി ഡയാലിസിസ് ചെയ്യുന്ന നിരവധി രോഗികൾ ഞങ്ങളെ ശ്രവിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട്. ആമേൻ. നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുക. സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടത് തക്ക സമയത്ത് ചെയ്യുവാൻ ദൈവം വിശ്വസ്തനാണ് എന്നുകൂടി ഞങ്ങൾ ഓർപ്പിക്കട്ടെ. ആകയാൽ ഈ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ഈ ദൈവം എത്ര നല്ലവനെന്ന് രുചിച്ചറിഞ്ഞ സഹോദരൻ ജോക്കിൻ ജോർജിന്റെ വാക്കുകളാണ് നമ്മൾ കേൾക്കുവാൻ തക്കവണ്ണം തീർന്നത്. നമ്മൾ ദൈവത്തെക്കുറിച്ച് കേൾക്കുന്നവരായി മാത്രമല്ല, ദൈവത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു രോഗം വരുമ്പോഴോ, ഒരു പ്രശ്നം വരുമ്പോഴോ ദൈവം സൗഖ്യമാക്കുന്നവനാണ്, അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണെന്ന് ഒരു അറിവ് മാത്രമല്ല, അത് നമ്മുടെ അനുഭവമായി, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായി തീരട്ടെ. അതിനുള്ള നാളുകൾ നമ്മുടെ മുൻപിൽ ദൈവം തരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു വ്യക്തിയെ ദൈവം മുന്നമേ കണ്ടിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ ദൈവത്തിനായി ദൈവം തിരഞ്ഞെടുക്കുന്ന സ്റ്റെപ്പുകളാണ് നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്. പ്രിയ സഹോദരൻ ജോക്കിൻ ജോർജിന്റെ ജീവിതത്തിൽ ദൈവം തന്നെ കൊണ്ടുവന്നതായ ആ ഒരു വഴികൾ, ആ ഒരു സ്റ്റെപ്പ് നമ്മൾ കേട്ടു കഴിഞ്ഞു. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. നമുക്ക് ദൈവത്തിന് സ്തോത്രത്തോട് പ്രാർത്ഥനയോടെയായിരിക്കാം. അരോമ TV-യിലെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ വാത്സല്യ ജോക്കിൻ ജോർജ് ആമേൻ ഒരു വാക്കില്, ഒരു നിമിഷം പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. കർത്താവെ, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ദൈവ ശബ്ദം കേൾക്കുവാൻ, ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ഈ നിമിഷങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കും. എല്ലാവരും ഒരു നിമിഷം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ സഹോദരൻ ജോക്കിൻ ജോർജ് പ്രാർത്ഥിക്കും. കരുണയുള്ള ദൈവമേ, കരുണാമയനെ, കാരുണ്യവാൻ, കരുണ കാണിക്കുന്ന മഹാകൃപയ്ക്കായി നന്ദി പറയും. അടിയ ഞങ്ങൾ മനുഷ്യരെങ്കിലും കൃമികൾ, കാട്ടൊലുവായ ഞങ്ങളെ നാട്ടൊലുവാക്കി അങ്ങയുടെ മഹാസ്നേഹം, അങ്ങ് മഹാദൈവം, അങ്ങ് മഹാകരുണയുള്ള, അങ്ങ് മഹാസ്നേഹമുള്ള, മഹാദയാലു, അങ്ങയുടെ കൃപയ്ക്കായി ഞങ്ങൾ അടുത്തു വരുന്നത്, ഞങ്ങളെപ്പോഴും വാത്സല്യത്തോടെ കാണുന്ന ഞങ്ങളുടെ ദീർഘക്ഷമയോടെ ഞങ്ങളെ പരിപാലിക്കുന്ന അങ്ങേക്ക് സ്തോത്രം. സ്തോത്രം ദൈവമേ, സ്തോത്രം. ഞാൻ പറഞ്ഞ എൻ്റെ സാക്ഷ്യത്തിൽ നിന്നും വേറൊരു സാക്ഷി ഉളവാക്കുവാൻ അങ്ങ് കൂടെ ഇരിക്കുന്നതിനായി നന്ദി. ലോകാവസാനത്തോളം ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ദൈവമേ, ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നതിനായി, പരിശുദ്ധാത്മാവിനെ തന്നതിനായി നന്ദി പറയും. എപ്പോഴും മഹത്വം അങ്ങേക്ക് മാത്രം. എല്ലാവരെയും കരങ്ങളിൽ തരുന്ന ദൈവം, എല്ലാവരുടെയും മാംസപ്പലകമേൽ വചനങ്ങളെ കൊത്തിപ്പണിയുന്നതിനായി നന്ദി പറയും. ഞങ്ങളുടെ മൺകൂടാരങ്ങളെ വാർത്തെടുക്കുന്ന അങ്ങയുടെ മഹാദയയ്ക്ക് നന്ദി പറയുന്നു.
മഹത്വം അങ്ങേക്ക് മാത്രം ദൈവമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്തോത്രത്തോടുകൂടി ഞങ്ങളുടെ പ്രാർത്ഥന അപേക്ഷയാലും യാചനയാലും അർപ്പിക്കുന്നു. എന്നും എന്നേക്കും മഹത്വം അങ്ങേക്ക്. ആമേൻ. താങ്ക് യു സഹോദരൻ ജോക്കിൻ ജോർജ്. ഇത്രത്തോളം സമയം അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിന്, സാക്ഷ്യം പറയുന്നതിന്, സമയം ചെലവഴിച്ചതിന് പ്രിയ സഹോദരനായ നന്ദി അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. അതുപോലെ തന്നെ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരുന്ന മാന്യ ശ്രോതാക്കളുള്ളതായി നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സാക്ഷ്യം തീർച്ചയായിട്ടും നിങ്ങൾ കേട്ട ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ, നിങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വാട്സപ്പിൽ വോയിസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ അയയ്ക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു വീഡിയോയുമായി വീണ്ടും കാണുവരെയും എല്ലാവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com